ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ട്യൂട്ടോറിയൽ HOC ആണ്, അതായത് റിയാക്റ്റിലെ ഹൈ ഓർഡർ കോമ്പോണന്റ്. ഈ HOCയുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പേജിലുള്ള ഡാറ്റയോ ഫങ്ഷണാലിറ്റീസോ മറ്റ് പേജിലേക്ക് ഷെയർ ചെയ്യാനാണ് നമ്മൾ HOC ഉപയോഗിക്കുന്നത്. സപ്പോസ് നമുക്കൊരു ഡാറ്റ ഉണ്ട് എന്നുള്ള വേരിയബിളിൽ, അത് നമുക്ക് പല പല പേജിൽ വേണം. അങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ള നമുക്ക് HOC യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്കിപ്പോൾ ഒരു രണ്ട് വാല്യൂസിന്റെ ആഡ് ചെയ്ത് റിസൾട്ട് കാണണം. പക്ഷെ അത് നമുക്ക് പല പേജിൽ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ, പല കോമ്പൗണ്ടിൽ യൂസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് HOC യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ കാണിച്ചു തരാം, ബേസിക് ആയിട്ടുള്ള ബിഗിനേഴ്സിനായിട്ടുള്ള. ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ റിയാക്റ്റിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് ഇതിന്റെ പാത്തിലേക്ക് പോവാണ്. npx create react react HOC. റിയാക്ട് HOC എന്നുള്ളൊരു ഫോൾഡറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മിനിറ്റ് എടുക്കും. അപ്പോൾ ഞാൻ അതുവരെ വീഡിയോ പോസ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ ആപ്ലിക്കേഷൻ. npm സ്റ്റാർട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ബ്ലാങ്ക് റിയാക്ട് ആപ്പാണ് നമുക്കുള്ളത്. ഇതാണ് നമ്മൾ പ്രൊജക്റ്റിന്റെ ഫോൾഡർ. അപ്പോൾ നമുക്ക് അതിൽ ആദ്യം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, HOC എന്നുള്ള. നമ്മൾ HOC കോഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള എല്ലാ കോഡും റിമൂവ് ചെയ്യാണ്. നമുക്ക് ലോഗോ ആവശ്യമില്ല, CSSഉം ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ ചെയ്യേണ്ടതാണ് ഇമ്പോർട്ട് റിയാക്ട് സാധാരണ ചെയ്യുന്ന പോലെ റിയാക്ട് കോമ്പോണന്റ് ഫ്രം റിയാക്ട്. അതുകൊണ്ട് നമ്മൾ ഇത് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. കോമ്പോണന്റിന് ഞാൻ ജസ്റ്റ് HOC എന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ വേറൊരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യണേ, ഓർ അതൊരു ആരോ ഫംഗ്ഷൻ ആയിട്ട് എഴുതുകയാണ്. അതിൻ്റെ ഉള്ളിൽ വീണ്ടും ക്ലാസ് വെച്ചിട്ട് വീണ്ടും ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യണേ. എക്സ്റ്റെൻസ് ടു കോമ്പോണന്റ്.
ഇനി അതിൽ നമ്മൾ സാധാ പോലെ റെൻഡർ റിട്ടേൺ കൊടുത്തു. അതിൽ പിന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് സെക്കൻഡ് കോമ്പോണന്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ പാസ് ചെയ്യേണ്ടത് ഡാറ്റ, നമുക്ക് ഡാറ്റ എന്ന് കൊടുക്കാം. ഈക്വൽ ടു ഞാൻ എന്തായാലും പേര് ജസ്റ്റ് ഒരു കളർ കൊടുക്കണം, റെഡ്. നിങ്ങൾക്ക് എന്ത് വാല്യൂസും കൊടുക്കാം. എന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത കോമ്പോണന്റ് റിട്ടേൺ ചെയ്യണം. പിന്നെ എക്സ്പോർട്ട് ചെയ്യണം നമ്മൾ മെയിൻ കോമ്പോണന്റ്. ഇതാണ് നമ്മൾ HOC. അതായത് നമ്മളൊരു കോൺസ്റ്റന്റ് HOC കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തു. അതിലേക്കൊരു കോമ്പോണന്റ് ആർഗ്യുമെന്റ് ആയി പാസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പുതിയ കോമ്പോണന്റ് ആക്കി. എന്നിട്ട് ആ ഡാറ്റ നമ്മൾ ആർഗ്യുമെന്റിലേക്ക് കോമ്പോണന്റ് പാസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇന്നർ കോമ്പോണന്റ് റിട്ടേൺ ചെയ്തു. പിന്നെ എക്സ്പോർട്ട് HOC കൊടുത്തു. ഇത്രയാണ് ചെയ്യേണ്ടത് കോമ്പോണന്റ് ഫയലിൽ. അതിനുശേഷം നമുക്ക് app.jsൽ നമുക്ക് കാൾ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഇത് ഇമ്പോർട്ട് അവിടെ വേണം. ഇതിൽ എറർ ഉണ്ടോ നോക്കാം. ഡിഫോൾട്ട് ആയിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് HOCയിലുള്ള ഡാറ്റ എങ്ങനെ വേറെ കോമ്പോണന്റിലേക്ക് കാൾ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഫയൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് നമ്മൾ ഈ HOC ഫ്രം നമ്മളെ ഫയലിന്റെ നെയിം HOC നോക്കാം. നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കാം. ഇല്ല, എറർ ഒന്നുമില്ല. ഇനി ഈ HOC ഇവിടെ ഫങ്ഷൻ ഓഫ് ആപ്പ് എന്ന് കൊടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ HOCയിലുള്ള വാല്യൂ ആപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യാം. ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് this dot props dot dat കണ്ടോ, റെഡ് വന്നു ഇവിടെ. അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. HOCയിലുള്ള ഫയൽ ഉണ്ടാക്കി, ഇതിലൊരു കോൺസ്റ്റന്റ് കോമ്പോണന്റ് ഉണ്ടാക്കി, അതിൽ വേറൊരു കോമ്പോണന്റ്
ആർഗ്യുമെന്റ് ആയി കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടാക്കി. ഈ ആർഗ്യുമെന്റ് കോമ്പൗണ്ടിലേക്ക് നമ്മൾ ഡാറ്റ പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കോമ്പൗണ്ട് റിട്ടേൺ ചെയ്തു. അതേപോലെ മെയിൻ കോമ്പണന്റ് എക്സ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അത് നമ്മൾ കോമ്പൗണ്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. അതിന്റെ വാല്യൂ പാസ് ചെയ്തു, ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. ഇത്ര കാര്യങ്ങളാണ് ചെയ്തത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള HOC. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഡാറ്റയാണ് ഡിസ്പ്ലേ ചെയ്തത്. നിങ്ങൾക്ക് വേണം ഫംഗ്ഷന് ഡിസ്പ്ലേ ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ കോമ്പൗണ്ടിലേക്ക് ഇത് കാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.